പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞാൻ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് എന്നെ ശക്തീകരിക്കണമേ. കർത്താവാം ക്രിസ്തുവെ, അവിടുത്തെ കൃപയാൽ, പിതാവാം ദൈവമേ, അവിടുത്തെ സ്നേഹത്താൽ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന ത്രിയേക സത്യദൈവമേ, അങ്ങയുടെ മഹത്വത്തിനായി ശുശ്രൂഷ ചെയ്യുവാൻ എന്നെ അനുവദിക്കണമേ, അനുഗ്രഹിക്കണമേ. അതിനായി ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈൻ ചാനലിനെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ വഴി എനിക്ക് ഒരുക്കി തന്നതിനായി നന്ദി, സ്തോത്രം. ദൈവമേ, അങ്ങ് പരിശുദ്ധൻ. ബലവാനെ, അങ്ങ് പരിശുദ്ധൻ. മരണമില്ലാത്തവനെ, അങ്ങ് പരിശുദ്ധൻ. ദൈവസന്നിധിയിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കേൾവിക്കാരെ, ഗ്ലോബൽ കാത്തലിക് പ്രയർ ലൈനിലൂടെ ഇത് ശ്രവിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും, ഇനിയും ഇത് കേൾക്കാനിരിക്കുന്നവരെയും കർത്താവാം ദൈവമേ, അവിടുത്തെ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. അങ്ങ് മഹത്വം എടുക്കണമേ. അങ്ങയുടെ മഹത്വം എല്ലാവരിലും നിറയുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. അത്യുന്നതനെ, നിനക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാമി വിവേകാനന്ദജി പറഞ്ഞു, യഥാർത്ഥ ഹിന്ദു, അതായത് യഥാർത്ഥ വേദാന്തി, യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്. യഥാർത്ഥ ക്രിസ്ത്യാനി യഥാർത്ഥ വേദാന്തിയും അല്ലെങ്കിൽ ഹിന്ദുവും എന്ന് സാഹിത്യ സർവസ്വം 7 വോളിയം 211 പറഞ്ഞിട്ടുണ്ട്. ഇതിന് വലിയ അർത്ഥതലങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെന്താ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നതിനുപരി ഈ വേദാന്ത രഹസ്യങ്ങളെപ്പറ്റിയൊക്കെ പഠിച്ചവർ ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന അനേകരും ഉണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ വരവിന് മുമ്പ് തന്നെ ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നവരുണ്ട്. ഭാരതത്തിലാണ് യേശു ക്രിസ്തു എന്നുള്ള പേര്, അഹം ഈശ മസീഹൻ എന്നുള്ള പേര് 2000 വർഷങ്ങൾക്ക് മുമ്പേ, 2000 വർഷമായുള്ള ഇവിടെ പുതിയ നിയമം വന്നിട്ട്, അതിനു മുമ്പേ അഹം ഈശ മസീഹൻ, ഞാൻ മെസ്സിഹ എന്ന അവസ്ഥ ഭവിഷ്യപുരാണത്തിൽ, ഭാവിയെ പ്രവചിക്കുന്ന വ്യാസനാലുള്ള 18 പുരാണങ്ങളുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക പുരാണമാണ്. ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതിനെ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ്, 3000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് വ്യാസൻ എഴുതി വച്ചതാണത്. അതിൽ പല കാര്യങ്ങളും പറയുമ്പോൾ ഇന്ന് ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമുണ്ട്. അപ്പം കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഇത് വെളിപ്പെടുന്നതായിട്ടാണ് അവിടെ ഉള്ളത്. സാന്ദർഭികമായി അത് വായിക്കേണ്ടതാണെങ്കിൽ സന്ദർഭമനുസരിച്ച് ഞാൻ വായിക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. ഇപ്പോൾ നമുക്ക് ചില കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് ഞാൻ എന്നെ വേദാന്തത്തെ പരിചയപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായി തീർന്ന ധന്യനായ കോശി സാറിനെ ഞാൻ വീണ്ടും ഓർക്കാണ്. ഡോക്ടർ കോശി എബ്രാഹിം. അദ്ദേഹം പകലോമറ്റം ശാഖയിൽപ്പെട്ട ഒരു കുടുംബത്തിൽ പിറന്ന ആളാണ്. അദ്ദേഹം വളരെയധികം ദൈവവിശ്വാസിയായിരുന്ന ഒരു മനുഷ്യനാണ്. വളരെ സിമ്പിളും. അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം റാന്നിയിലാണ് താമസിച്ചിരുന്നത്. അങ്ങാടി അതെ, അവിടെ അദ്ദേഹത്തിനൊരു പ്രാർത്ഥനാലയവും ഒക്കെ ഉണ്ടായിരുന്നു. അറിയുക, അദ്ദേഹത്തിൻ്റെ ഭാര്യ അവസാന കാലമായപ്പോഴത്തേനും മാനസിക വിഭ്രാന്തി പിടിച്ചു. മൂത്ത മകന് വലിയ എൻജിനീയറായിരുന്നു, മാനസിക വിഭ്രാന്തി. ഇളയ മകന് മാനസിക വിഭ്രാന്തി. ഇങ്ങനെയുള്ളൊരവസ്ഥയിൽ അദ്ദേഹം പ്രാർത്ഥനാലയത്തിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരുന്നത്, വിശ്വസിച്ചാൽ നീ ദൈവഭക്തം കാണും, അറിയും എന്നാണ്. എത്രമാത്രം! എന്നിട്ടാണ് എന്നോട് പല കാര്യങ്ങളും ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ട് അവിടെ എന്നെ പ്രസംഗിക്കാനൊക്കെ വിളിക്കുമ്പോഴാണ് പുള്ളി ഞങ്ങൾ വേദാന്ത പൊരുളുകൾ സംസാരിക്കാനും ഒക്കെ ഇടയായത്. ഞാൻ ആ ധന്യനായ മനുഷ്യനെ, വിശുദ്ധനായ മനുഷ്യനെ ഇപ്പോഴും എൻ്റെ ഉള്ളിൽ ഞാൻ ഓർമ്മിക്കുകയും ദൈവസന്നിധിയിൽ അതിന് നന്ദി പറഞ്ഞ് അദ്ദേഹത്തെ നിങ്ങളുമായി പരിചയപ്പെടുത്തുകയുമാണ്. വേദാന്ത വഴിയിലൂടെ എന്നെ നയിക്കാൻ ഇപ്പോൾ പറഞ്ഞിട്ടാണ് ഞാൻ വിവേകാനന്ദ സാഹിത്യ സർവസ്വമൊക്കെ വായിക്കാൻ തുടങ്ങിയത്. ഉപനിഷത്ത് പരിചയത്തിൽ ഉപനിഷത്ത് നേരത്തെയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്താണിത് എന്ന് സത്യം ഗ്രഹിക്കാനും ഇടയായത് അദ്ദേഹത്തിലൂടെയാണ്. അദ്ദേഹമാണ് പറഞ്ഞു തന്നത്. പിന്നെ എനിക്ക് ദൈവം അതിൽ നിന്ന് നേരിട്ടുള്ള അതിൻ്റെ കാഴ്ചപ്പാടുകളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്നു. അത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു തെറ്റുമില്ല, ഈ വ്യാഖ്യാനങ്ങൾ വളരെ അർത്ഥവത്തായിട്ട് വരുന്നുണ്ട്, ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. അങ്ങനെ എന്നെ അദ്ദേഹം ധൈര്യപ്പെടുത്തുകയും ചെയ്തു. ഇനി അദ്ദേഹത്തിൻ്റെ ചില എഴുത്തുകളോട് ബന്ധപ്പെട്ടുകൂടിയാണ് ഞാനിപ്പോഴിത് ആദ്യമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കാരണം ഇത് എവിടെ നിന്ന് എടുത്തു, ആരാണ്, അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നേർവഴിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് അതിൻ്റെ ഉൾപ്പൊരുളുകൾ കുറേ വെളിപ്പെടുത്തി തരുവാനും ഇടയായതിന് ഞാൻ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ
എൻ്റെ ശിരസ് നമിച്ച് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ട ജനമേ, ദൈവജനമേ, ഉപനിഷത്തിൽ പറയപ്പെടുന്ന ആത്മതത്വം സാധാരണ മനുഷ്യന് ഗ്രഹിക്കാവുന്നതിലും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആവാം ഭൂരിപക്ഷം ജനവും വേദാന്ത ചിന്തയെ അവഗണിച്ച് പുരാണങ്ങളിലെ ശ്രവണസുഖമുള്ള സാങ്കല്പിക കഥകളിലേക്കും 33 കോടി ദേവതകളിലേക്കും തിരിഞ്ഞത്. മേധാവികൾ ദൈവത്തെ സാധാരണ മനുഷ്യന് അപ്രാപ്യമാക്കി തീർത്ത സന്ദർഭത്തിലായിരിക്കാം മനുഷ്യൻ അന്ധവിശ്വാസങ്ങളുടെ നീരാളിപ്പിടുത്തത്തിലായി തീർന്നത്. കോഴ്സാറിൻ്റെ ഒരു നിരീക്ഷണം ആണ്. അത് ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. കാരണം യഥാർത്ഥ സത്യവെളിച്ചത്തെ, പുതിയ നിയമത്തിൽ വെളിപ്പെട്ട ആ സത്യത്തെ മറച്ചു പിടിച്ച് മാനുഷികമായ വ്യാഖ്യാനങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നപ്പോൾ ആത്മാവ് എന്താണെന്നുള്ളതിനെ അവിടെ തമസ്കരിച്ചു. ഇതുപോലെ തന്നെ ഇതിഹാസ പുരാണാഭ്യം വേദോ സബു ബ്രഹ്മഹായത്. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തിൻ്റെ സത്യത്തെ, വേദാന്തത്തെ വ്യാഖ്യാനിച്ചു കൊടുത്ത് അതിൻ്റെ ഉണ്മ മനസ്സിലാക്കി കൊടുക്കണം കഥകളിലൂടെ എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ട് ഈ പുരാണങ്ങളെ എടുത്ത് അതിലൂടെ അന്ധവിശ്വാസങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കി തീർത്ത് വിഗ്രഹങ്ങളെയും പ്രതിഷ്ഠിച്ച അമ്പലങ്ങളും ഒക്കെ ഉണ്ടാക്കി അവരും സത്യവഴി വിട്ടുപോയി. അങ്ങനെ യഥാർത്ഥ ഹിന്ദുത്വവും യഥാർത്ഥ ക്രിസ്തീയതയും അതിൻ്റെ മൂല്യശോഷണം സംഭവിച്ച കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിനെപ്പറ്റി എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഡോക്ടർ സിറിയക് കണിച്ചായി, CMI സഭയുടെ അംഗം, ചാലക്കുടിയിൽ, അദ്ദേഹം എൻ്റെ പുസ്തകം വായിച്ചിട്ട് ഞാനത് അഭിപ്രായങ്ങൾ പറയുന്നത് കൂടെ പറയാം. അതിലെഴുതി, ഇതിൽ വലിയൊരു സത്യം ഈ പുസ്തകത്തിലുണ്ട്. കാരണം യഥാർത്ഥ ഹൈന്ദവീയതയും യഥാർത്ഥ ക്രിസ്തീയതയും തകർന്നു പോയിട്ട് കുറേ കാലങ്ങളായി. അത് യാതൊരു മുഖപക്ഷവുമില്ലാതെ ധൈര്യത്തോടെ തുറന്ന് പറയാനുള്ള ആർജവത്വം ഗ്രന്ഥകർത്താവ് കാണിച്ചത് വളരെ അഭിനന്ദനീയമാണ്. ഇന്ന് ക്രിസ്തീയത എവിടെയാണ് യഥാർത്ഥത്തിലുള്ളത്, എവിടെയാണ് ഹിന്ദുത്വമുള്ളതെന്ന് പരിശോധിക്കേണ്ടതില്ലേ എന്നൊക്കെ എഴുതി തന്നു. അത് ഞാൻ വായിക്കാം, അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ വായിക്കാം. ഇന്ന് സാധിക്കുമെങ്കിൽ അഭിപ്രായങ്ങൾ ഇന്ന് വായിക്കുന്നുണ്ട് ആ പുസ്തകത്തെപ്പറ്റി. അപ്പോൾ ഞാൻ ഇതും കൂടെ നമ്മൾ തമ്മിൽ പങ്കുവയ്ക്കുന്നത് ദൈവമഹത്വത്തിനായിട്ടാണ്, ആരെയും കുറ്റപ്പെടുത്താനല്ല. അങ്ങനെ ചിന്തിക്കരുത്. ആരെയും ഇകഴ്ത്താനോ പുകഴ്ത്താനോ എനിക്ക് ഒരിക്കലും സാധ്യമല്ല. കാരണം അങ്ങനെയാണ്, എല്ലാവരെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. കുറവുകളും എന്നാൽ എഫേസ്യർ ലേഖനം 5:11 പറയുന്ന പോലെ ജ്ഞാനത്തിനെതിരായി, വചനത്തിനെതിരായി വരുന്നതിനെ ദൈവാത്മാവ് ശക്തിപ്പെടുത്തുമെങ്കിൽ അതിനെതിരെ നിന്ന് സംസാരിക്കാനുള്ള ചുമതല എനിക്കുണ്ട്. കാരണം ദൈവം തന്നത് വെച്ച് നോക്കുമ്പോൾ എന്താണ് അവർ പറയുന്നതിലെ അപാകത, തെറ്റ് എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ മനുഷ്യപ്രീതി നോക്കുന്നവനാകും. അങ്ങനെ ഞാൻ മനുഷ്യപ്രീതി നോക്കുന്നവനാണെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസനാകുകയില്ലെന്ന് പൗലോസ് പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ദൈവത്തിന് സ്തുതി. ഈ സന്ദർഭത്തെ ഇങ്ങനെ ഈ ഭയങ്കര അന്ധവിശ്വാസങ്ങളുടെ ഇതിലായതിനെപ്പറ്റി സ്വാമി വിവേകാനന്ദജി പറയുന്നതിനെപ്പറ്റി ഞാനൊന്ന് വായിക്കട്ടെ. ബുദ്ധ അവതാരത്തിന് മുമ്പത്തെ ഭൗതികത്വം അതിഭയങ്കരമായിരുന്നു. അത് ഇന്നത്തെ പോലെയല്ല, ഇതിനേക്കാൾ തുലവും പീവത്സമായിരുന്നു. അതിൻ്റെ മൂർധന്യാവസ്ഥയിലാണ് ബുദ്ധൻ അവതരിച്ച് ഭാരതീയ ഭൂമിയെ രക്ഷിച്ചത്. 1000 വർഷങ്ങൾക്ക് ശേഷം അതേ നിലയിൽ പിന്നെയും വന്നു. അപ്പോൾ ശങ്കരാചാര്യർ ജനിച്ച് വേദാന്തത്തിന് നവജീവൻ നൽകി. വിവേകാനന്ദ സാഹിത്യ സർവസം വോളിയം 2. എന്നിട്ട് ഈ വിവേകാനന്ദജി തന്നെ പറയുകയാണ്, അന്ന് ഈ ഒരു നല്ല കാര്യം വെളിപ്പെടുത്തിയ യഥാർത്ഥത്തിലുള്ള ഈശ്വര വിശ്വാസത്തിലപ്പുറത്ത് അജ്ഞേയ ഒരു ചിന്തയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ ദൈവാഭിമുഖ്യം ഉണ്ടായിരുന്നത്. അത് അങ്ങനെ വരുമ്പോൾ ബുദ്ധൻ മരിക്കാൻ നേരത്ത് ബുദ്ധൻ്റെ ശിഷ്യരിൽ ഒരാൾ ചോദിച്ചു, അങ്ങ് പോയാൽ, ഗൗതമൻ എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പേര്, അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിനി ആരാണൊരു ബുദ്ധൻ ഉള്ളത്? അപ്പോൾ അദ്ദേഹം ആ മരണശൈലിയിൽ കിടന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഞാനല്ല യഥാർത്ഥ ബുദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവിക ജ്ഞാനം ഞാനല്ല യഥാർത്ഥത്തിൽ ഉള്ളത്. എന്നാൽ ഇനി ഒരു ബുദ്ധൻ വരാനിരിക്കുന്നു, അവൻ്റെ നാമം മൈത്രേയൻ എന്ന് പറഞ്ഞാൽ സ്നേഹിതൻ എന്നുള്ളതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് സ്നേഹം തരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്നേഹിതനാണ്, യേശു പറഞ്ഞു. അപ്പോൾ ആ വരുന്ന ബുദ്ധനാണ് യഥാർത്ഥ ബുദ്ധൻ. അവനെ കേൾക്കാത്തവർക്ക് വെളിച്ചത്തെ മനസ്സിലാക്കുക സാധ്യമല്ലെന്ന് ബുദ്ധൻ പറഞ്ഞതായി സ്വാമി വിവേകാനന്ദ തന്നെ എഴുതിയിട്ടുണ്ടെന്ന് ഞാൻ എഴുതി വരുമ്പോൾ അത് വായിക്കുന്നുമുണ്ടല്ലോ. ഞാൻ വായിച്ചു വരുമ്പോഴത് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റും. അപ്പോൾ യഥാർത്ഥ ബുദ്ധൻ, അതിനെപ്പറ്റി സ്വാമി വിവേകാനന്ദജി പറയാണ്, അപ്രകാരം ബുദ്ധൻ പറഞ്ഞെങ്കിൽ ബുദ്ധൻ്റെ മരണത്തിന് ശേഷം 500 വർഷങ്ങൾക്ക് ശേഷം
വചനം മാംസമായി ഇവിടെ അവതരിച്ചു. യേശുക്രിസ്തു വരിക തന്നെ ചെയ്തു. യഥാർത്ഥ ജ്ഞാനം ഇവിടെ അവതരിച്ചു. അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഇതൊക്കെ ഞാൻ അതിൻ്റെ എവിടെ പറഞ്ഞിരിക്കുന്നു, എപ്രകാരം പറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാണ് മുന്നോട്ട് വായിക്കാൻ പോകുന്നത്. ദൈവത്തിന് നന്ദി പറയുകയാണ്. ഉപനിഷത്തുകളിലും മതഗ്രന്ഥങ്ങളിലുമുള്ള അത്യത്ഭുത സത്യങ്ങൾ അവയിൽ നിന്ന് വെളിയിൽ കൊണ്ടുവരണം, നാട്ടിലെങ്ങും പരക്കെ വിതരണം. ഇത് പറയാൻ കാര്യം സത്യവേദാന്തത്തെ പിന്നെ സോക്കോൾഡ് ഹിന്ദുക്കൾ 100ഓളം വർഷങ്ങൾക്ക് മുമ്പ് മറച്ച് അജ്ഞാന അന്ധകാരത്തിൽ ക്ഷേത്രങ്ങളിലും മറ്റ് ആചാരാനുഷ്ഠാനങ്ങളിലും മുഴുകി ഈശ്വരനെ അറിയാതെ നടന്നതിനെപ്പറ്റി അദ്ദേഹം താക്കീത് നൽകുകയാണ്. അതുതന്നെയാണ് ഇന്ന് ക്രൈസ്തവ കോളത്തിൽ ക്രിസ്തു എന്താണെന്നും ആത്മാവ് എന്താണെന്നും അറിയാതെ ഓരോരുത്തർ കെട്ടിച്ചമയ്ക്കുന്ന മാനുഷികമായ വ്യാഖ്യാനങ്ങളിൽ ഒതുക്കി ഞാൻ പറയുന്നത് ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നവരെ മോക്ഷപ്രാപ്തി ഉള്ളൂ എന്നൊക്കെ പറയാണ്. പക്ഷേ രണ്ടാം വത്തിക്കാൻ കൗൺസിൽ വളരെ വ്യക്തമായ ഒരു കാര്യം പറയത്തക്ക വിധത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു. അനുദപിച്ച് അല്ലെങ്കിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന ഏതൊരു വ്യക്തിയും ക്രിസ്തുവിലാണെന്ന് പറയാൻ കഴിയും. അവരെ അജ്ഞാത ക്രൈസ്തവർ എന്ന് വിളിക്കുന്നത് അവരറിയുന്നില്ലെങ്കിൽ പോലും അവർ ക്രിസ്തുവിലാണെന്ന് സഭ അംഗീകരിച്ചത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പ്രവൃത്തിയാണെന്ന് ഞാൻ തിരുമുമ്പിൽ തലവണങ്ങി നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ആരെങ്കിലും ഏതെങ്കിലും ക്രിസ്തുമതത്തിൽ ചേരാനല്ല, പിന്നെയോ ക്രിസ്തു എന്ന പരമസത്യത്തിൽ പരമജ്ഞാനത്തിൽ നമ്മളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെടുന്ന ഒരു അവസ്ഥയിൽ പാപത്തെ ഉപേക്ഷിച്ച് അനുതപിച്ച് സുവിശേഷത്തിൽ, അതായത് നമ്മുടെ സദ്വാർത്ത, നമുക്ക് വേണ്ടിയുള്ള സദ്വാർത്ത എന്താ? നീ ദൈവരൂപമാണ്, നീ ആത്മാവാണ്, ഞാനും ആത്മാവാണ്, നമുക്ക് ഏക ആത്മാവായി തീരാമെന്നുള്ള സ്നേഹ സന്ദേശമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്, സ്വീകരിക്കേണ്ടത്. അവിടെ ആചാരാനുഷ്ഠാനങ്ങളിലും പിന്നെയോ അനുതപിച്ച് മാനസാന്തരപ്പെട്ട ഒരു പുതിയ ജീവിതം, അതാണ് നവസൃഷ്ടി അനുഭവം. ദൈവത്തിന് സ്തുതി. പൊതുജനങ്ങൾക്ക് സുഗ്രാഹ്യമല്ലാത്ത വേദാന്തം പുരോഹിത മതത്തിൻ്റെ, ഇവിടെ ഇന്ത്യയെ സംബന്ധിച്ചായി പറയുന്നത്, പുരോഹിത മതത്തിൻ്റെ ചൂഷണോപായമായി തീർന്നപ്പോൾ ബഹുജനം അന്ധവിശ്വാസത്തെയും പുരാണകഥകളെയും ആശ്രയിച്ചതിൽ അതിശയിപ്പാനില്ല. ഇതിനെതിരായി ആത്മീയ തത്വങ്ങൾ പ്രചരിക്കപ്പെടണം എന്നാണ് സ്വാമിജികൾ താല്പര്യപ്പെടുന്നത്. ഇത് തന്നെയാണ് ക്രൈസ്തവതയിലും വന്നിരിക്കുന്നത്. 2000ഓളം വർഷമായി 3-ാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന ആ സഭാ രീതികളുടെ പരിശുദ്ധി വിട്ട് ഇന്ന് മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടിയും പ്രകാശിക്കേണ്ടതിനെ തമസ്കരിച്ചും ദൈവശാസ്ത്രം എന്ന് പറഞ്ഞ ചില അടിച്ചുകൂട്ടലുകൾ ഉണ്ടാക്കി അതിൻ്റെ അകത്ത് മനുഷ്യനെ അടിമകളാക്കി തളച്ചിട്ടിട്ട് അവരെ കൊണ്ടു നടക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിക്ക് നാശം വന്നിട്ടുള്ള എല്ലാ സഭകളിലുമായി വിശുദ്ധരായ മനുഷ്യർ ഇന്നും ജീവിക്കുന്നുണ്ട്. അത് എല്ലാ സമൂഹത്തിലുമുണ്ട്. പിന്നെ എന്തുകൊണ്ട് ക്രിസ്ത്യാനിറ്റിക്ക് ഇത്ര ഒരു മൂല്യശോഷണം വന്നു? അതിനെ നയിക്കുന്നവരെ കൊണ്ടു നടക്കുന്നവരെ വേണ്ടത്ര വിവേകത്തോടെ സത്യവചനത്തെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുതന്നെയാണ് സ്വാമി വിവേകാനന്ദൻ ഹിന്ദുത്വത്തെ പറ്റി പറയുന്നത്. ഓക്കെ, ഏകം സത്ത്, അതായത് സത്യമായത് ഒന്നേ ഉള്ളൂ എന്ന് അടിസ്ഥാന പ്രമാണമുള്ള സനാതന ധർമ്മവിശ്വാസികൾക്ക് ബഹുദേവാരാധനയോ പ്രതിമാവന്ദനമോ സാധ്യമല്ല. വിവേകാനന്ദജി പറയാണ്, ഏകം സത്ത്, സത്യമായത് ഒന്നേ ഉള്ളൂ എന്ന അടിസ്ഥാന പ്രമാണമുള്ള സനാതന ധർമ്മവിശ്വാസികൾക്ക് ബഹുദേവാരാധനയോ പ്രതിമാവന്ദനമോ സാധ്യമല്ല. മതങ്ങൾ മനുഷ്യരുടെ അഭിപ്രായങ്ങൾ മാത്രമാകയാൽ മതങ്ങൾക്കോ മനുഷ്യർക്കോ ദൈവത്തെയോ ദേവന്മാരെയോ സൃഷ്ടിക്കാൻ കഴിയുകയില്ല എന്ന് വേദാന്തികൾ ഉറച്ചു നിൽക്കുന്നു. ഏത് മതക്കാരനായാലും ഏക സത്യദൈവം എന്ന സത്യം സ്വീകരിച്ചേ മതിയാവൂ. അപ്പോൾ മതവിശ്വാസിയാകുകയല്ല ചെയ്യേണ്ടത്, പിന്നെയോ ഏക സത്യദൈവത്തിൽ ആശ്രയിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഏകസത്യദൈവം ആത്മാവാകുന്നു. ആ ആത്മാവിൽ ആശ്രയിച്ച് നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വത്തെ മനസ്സിലാക്കി ഞാൻ ആത്മാവായിരിക്കുന്നു എന്ന് 1 കൊരിന്ത്യർ 16-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ പറയുന്നതനുസരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഏക ആത്മാവായി തീർന്നു എന്ന് പറയുന്നതിനെയാണ് വേദാന്തത്തിലും മറ്റും അഹം ബ്രഹ്മാസ്മി അയം ആത്മാ എന്നൊക്കെ പറയുന്നത്. ഞാൻ ബ്രഹ്മം തന്നെയാകുന്നു, ഞാൻ ആത്മാവാകുന്നു, അയം ആത്മാ, ഞാൻ ആത്മാവാകുന്നു എന്നൊക്കെ അവർ പറഞ്ഞത് പാടിയതും അങ്ങനെ തന്നെയാണ്. ഓക്കെ, അത് നമുക്ക് പറയാൻ കഴിയണമെന്നാണ് 1 കൊരിന്ത്യർ പൗലോസ് പറയുന്നത്. ഇപ്പോൾ ഇതാ ഏക ആത്മാവായി തീരുന്നു. എനിക്ക് എന്താ? എൻ്റെ ഉള്ളിലുള്ള ആത്മപ്രകാശം തന്നെയാണ് ബൃഹത്തായി സർവ്വടത്തും വ്യാപരിക്കുന്നത്. അത് ഞാൻ വിവേകാനന്ദജി പറഞ്ഞ ഈശ്വരനൊരു അനന്തവൃത്തമാണ്. ആ വൃത്തത്തിന് എവിടെയും കേന്ദ്രങ്ങളുണ്ട്. മനുഷ്യനും ഒരു അനന്തവൃത്തമത്രേ ഒരിടത്തെ കേന്ദ്രമുള്ളൂ, അത് നമ്മുടെ ആത്മാവാണ്. പിന്നെയോ ആത്മാവായ ദൈവത്തിൻ്റെ സർവ്വവ്യാപനത്തിൽ എവിടെയും അവിടുത്തെ ആത്മതത്വം സ്പന്ദിക്കുന്നതും ചലനാത്മകതയിലിരിക്കുന്നതുകൊണ്ട്
എൻ്റെ ആത്മാവിൽ എനിക്ക് ആ ചലനാത്മകതയെ തൊടാം. അപ്പോൾ ഞാനും അവിടുത്തോട് ചേർന്ന് ആ വലിയൊരു വ്യാപനം സ്ത്രീത്വത്തിൻ്റെ മഹാചലനത്തിലേക്ക് കടക്കും എന്നുള്ളത് അറിയുക. ഞാൻ മോക്ഷകവചം വായിച്ചിരിക്കുന്നത് കൊണ്ട് കേൾത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകുമെന്ന് ഞാൻ കരുതുന്നു. ദൈവം ആത്മാവാണ് എന്ന് അവർക്ക് വെളിപ്പെട്ടപ്പോൾ, അതെ, സത്യാന്വേഷികളായ മഹർഷിമാർ ജീവിതകാലം മുഴുവൻ ഈ സത്യം അറിയുവാൻ ആത്മതത്വത്തെ തേടി നടന്നു. അവർ ത്യാഗങ്ങൾ അനുഭവിച്ചു. ദൈവം ആത്മാവാണ് എന്ന് അവർക്ക് വെളിപ്പെട്ടപ്പോൾ ബ്രഹ്മം, പരമാത്മാവ് എന്ന് അവർ പേരിട്ടു. പരമാത്മാവായ ഒരു ദൈവമേ ഉള്ളൂ എന്ന് വൈദിക കാലത്തെ, വേദകാലത്തെ സകല മനുഷ്യരും സ്വീകരിച്ച് ശരിവെച്ച സത്യമാണ്. അതിന് ഒരു കാലത്ത് ഇളക്കം വരികില്ല. ആരും ഇന്ന് വരെയും എതിർക്കുകയോ വേറെ ഏതെങ്കിലും തെളിവുകൾ നിരത്തുകയോ ചെയ്തിട്ടില്ല. എന്നാൽ മനുഷ്യനാൽ അത് കഴിയുന്നതുമല്ല. ഇതിനെ തമസ്കരിക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇതിൽ നിന്ന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നതുകൊണ്ട് ഈ സത്യം ഗ്രഹിക്കാൻ കഴിയാതെ വരികയാണ് ഇന്ന് നാമധേയ ഹൈന്ദവരായിരിക്കുന്നവർക്കും നാമധേയ ക്രിസ്ത്യാനികളായിരിക്കുന്നു എന്ന് മാത്രം പറയട്ടെ. കാരണം നമ്മളിപ്പോൾ രണ്ട് ചിന്തകളെ, അതായത് വേദാന്ത ചിന്തയെയും പുതിയ നിയമ സത്യയെയും കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. മറ്റൊരു മതങ്ങളെയും പരാമർശിക്കുന്നില്ല, അതിലേക്ക് കടക്കുന്നുമില്ല. ഏകദൈവവും ഏകജനതയും എന്നത്, ഏകജനതയും ഏക മനുഷ്യവംശവും എന്നത് നമ്മൾ വളരെ കാര്യമായിട്ട് കണക്കാക്കേണ്ടതാണ്. ഇത് നിരപവാദമായ സത്യം തന്നെയാണ്. നിരപവാദമായ, ആർക്കും തർക്കിക്കാൻ കഴിയാത്ത സത്യം. ഞാനൊരു പുസ്തകത്തിൽ നിന്നാണ് വായിക്കുന്നത്. വേദാന്തത്തിലെ ക്രിസ്തു എന്ന ഒരു സത്യത്തിൽ നിന്ന് എന്ന ഒരു ഗ്രന്ഥം ഡോക്ടർ കോശി എബ്രാഹിം എഴുതിയ അതേ പുസ്തകത്തിൽ നിന്ന് ഞാൻ ചില റെഫറൻസ് എടുക്കുകയാണ്, അത് വായിക്കുകയാണ്. അല്ലാതെ ഞാൻ എഴുതിയൊന്നും അല്ലിത്. ഇത് അദ്ദേഹം എഴുതിയതാണ്. അതുകൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ബലപ്പെടാനൊക്കെ ഉള്ളൂ. നിരപവാദമായ സത്യം തന്നെയാണ് ദൈവവും ഏകജനതയും എന്നത്. അതെ, അദൃശ്യനും ആത്മാവുമായ ദൈവത്തെ മനസ്സിലാക്കുവാൻ സാമാന്യജനം പ്രാപ്തരായിരുന്നില്ല. ദൈവം ആത്മാവാണ് എന്ന് വെളിപ്പെടുത്തിയ ഋഷികൾക്കോ പ്രവാചകന്മാർക്കോ പോലും ആത്മാവിനെ ശരിക്കും അറിയാൻ കഴിഞ്ഞിരുന്നതുമില്ല. ആത്മാവായ ദൈവം അത് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷമാണ് ദൈവം ആത്മാവാണെന്നുള്ള തത്വം, വേദാന്തത്തിൻ്റെ ഉണ്മ പോലും ഈ ഭൂമിയിൽ യഥാർത്ഥത്തിൽ വെളിപ്പെടാനിടയായത്. അതാണ് യേശുക്രിസ്തുവിലെല്ലാം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയുന്നത്. അത് വിവേകാനന്ദജി അത് സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാനിതൊക്കെ സാന്ദർഭികമായി ദൈവം അനുവദിക്കുന്ന പോലെ വായിച്ചും ഒക്കെ പോകാം നമുക്ക്. ആത്മാവായ ദൈവം ലോകപരിപാലകനായ ഒരു ആദ്യജാതനെ വെളിപ്പെടുത്തി കൊടുത്തപ്പോഴാണ് ഈ പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടായത്. പ്രപഞ്ചം ദൈവഹിതപ്രകാരമുള്ള സൃഷ്ടിയാകയാൽ അതിനെ പരിപാലിക്കുക, രക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം നിറവേറ്റുന്ന ഈ വ്യക്തി സ്വഭാവത്തെ മഹർഷിമാർ പുരുഷൻ എന്നെല്ലാം, ജനങ്ങളുടെ രക്ഷകൻ എന്നെല്ലാം വിളിച്ചു. എബ്രായർ മെശിഹ എന്ന് വിളിച്ചു. ഒരേ അർത്ഥത്തിലുള്ള പദങ്ങൾ കൊണ്ട് തന്നെ വൈദിക കാലം മുതൽ ഈ രക്ഷകൻ അറിയപ്പെട്ടിരുന്നു. ഈ ഏകരക്ഷകൻ, ഈ ഏകരക്ഷയെപ്പറ്റി അന്നേ അറിഞ്ഞിരുന്നു. ഈ വിഷയം ശരിക്കും അറിയാമായിരുന്ന വേദാന്തികൾ കാലാകാലങ്ങളിൽ ഭാഗമായും വിവിധമായും വെളിപ്പെട്ട സത്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദർശനങ്ങളായി ഈ പുരുഷനെപ്പറ്റിയാണ് മിക്ക 5:2 പറയുന്ന പുരാതനായ പുരുഷൻ, അത് ക്രിസ്തു എത്രേ, പ്രസ്താവിച്ചു വന്നു. രക്ഷയ്ക്കുള്ള ഉപദേശങ്ങൾ നൽകുവാനായുള്ള ഭൂമിയിലെ ജനനവും മനുഷ്യവംശത്തിൻ്റെ പാപത്തിന് പരിഹാരം വരുത്തി രക്ഷാമാർഗം തുറക്കുവാനുള്ള ജീവത്യാഗവും മരണത്തെ ജയിച്ച് ശത്രുഹന്താവായുള്ള തിന്മയെ ജയിച്ച് ആ തിന്മയെ തകർക്കുന്ന ശക്തിയായി നിൽക്കുന്ന, അതെ, ആ പുനരുത്ഥാനവും സർവാധികാരവും ലഭിച്ച അഭിഷിക്തനായ രാജാവായുള്ള വാഴ്ചയും സർവാധികാരത്തോടും സർവമഹത്വത്തോടും കൂടെ ന്യായാധിപതിയായി യുഗാന്ത്യത്തിലെ പ്രത്യക്ഷതയും ന്യായവിധിയും പ്രതിഫലദാനവും എല്ലാം പുതുക്കുന്ന യുഗാവസാനവും എല്ലാം അവനിൽ പരിസമാപിക്കുന്ന അന്ത്യവും ആര്യമഹർഷിമാരും എബ്രായ പ്രവാചകന്മാരും അവർ കണ്ടു, ദർശിച്ചു. അവരതിനെപ്പറ്റി ഒരു വ്യത്യാസവും കൂടാതെ ദർശിക്കുകയും പിൻതലമുറകളിലേക്ക് ഈ വക അറിവ് നിഗൂഢമായും ഗുപ്തമായുമെങ്കിലും അവർ പകരുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്തെ വേദാന്തികളിൽ ചിലരെങ്കിലും ഇന്നുവരെയും ഈ സത്യം ഇന്നുവരെയും അറിഞ്ഞിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ചിലത് ശ്രദ്ധിക്കാം. ഓക്കെ, അതായത് പിൽക്കാലത്ത് വന്ന പ്രസിദ്ധരായ വേദാന്തികൾ പറയുന്ന യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനിയും വായിക്കുന്നത്. റാൽ ബഹദു ശ്രീസ ചന്ദ്രവാസു ഇൻട്രൊഡക്ഷൻ ടു പതഞ്ജലീസ് യോഗ സൂത്രാസ് 24th February
1910 ഫെബ്രുവരി 24 അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്. ദ മാൻ വെൻ ഫ്രീഡ് ഫ്രം ഓൾ വെഹിക്കിൾസ് അറ്റൈൻസ് സ്വരൂപദേഹ സ്വരൂപദേഹ എന്ന് തന്നെ. അറ്റൈൻ സ്വരൂപദേഹ വിച്ച് ഈസ് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ്. ഇത് ഇൻകറപ്റ്റബിൾ അൺഡിക്കേയിങ് ബോഡി. ദ സ്പിരിച്വൽ ബോഡി. ഞാൻ ഒന്നുകൂടെ വായിക്കാം. ദ മാൻ വെൻ ഫ്രീ ഫ്രം ഓൾ വെഹിക്കിൾസ് അറ്റൈൻസ് സ്വരൂപദേഹ which is the body of Christ, the incorruptible, undecaying body, the spiritual body. മലയാളം വായിക്കാം. ഭൗമിക ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ജീവാത്മാവ്. കണ്ടോ, അവിടെ ശരീരവുമുണ്ട്, ജീവാത്മാവുമുണ്ട്, പിന്നെ ആത്മാവുമുണ്ട്. സൂക്ഷിക്കുക. ഭൗമിക ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ജീവാത്മാവ് സ്വരൂപം പ്രാപിക്കുന്നു, ആത്മരൂപം പ്രാപിക്കുന്നു. അത് ദുഷിക്കാത്തതും നശിക്കാത്തതുമായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആത്മീയ ശരീരം തന്നെയാകുന്നു നമ്മൾ വ്യക്തികളും സ്വീകരിക്കുന്നത്. ഇത്ര മനോഹരമായ കാഴ്ചപ്പാടാണിത്. ദൈവത്തിന് സ്തുതി. വീണ്ടും ശ്രീ രാമകൃഷ്ണ പരമഹംസ 1836 to 1886 അദ്ദേഹം 1836 ജനിച്ചു. 1886 ഈ ലോകം വിടിഞ്ഞു, സമാധിയായി. ഹി സോ ജീസസ് ക്രൈസ്റ്റ് ഇൻ ആൻ ecstatic vision while at Dakshineshwar, Bengal. He said he saw Jesus Christ in the ecstatic vision while at ദക്ഷിണേശ്വരത്തിലായിരുന്നപ്പോൾ ബംഗാളിൽ. ഹി സെഡ് ബ്രഹ്മ അഥവാ ആത്മാ ഈസ് ബിയോണ്ട് ദ റീച്ച് ഓഫ് മൈൻഡ്. നമ്മുടെ മനസ്സുകൊണ്ടല്ല മനസ്സിലാക്കേണ്ടത്, പിന്നെ ആത്മാവിൽ തന്നെയാണെന്ന് അതിൻ്റെ അർത്ഥം. ആൻഡ് ഇൻ്റലക്ട് ബട്ട് ഈസ് പ്രിസേർവ്ഡ് ത്രൂ ദ പ്യൂവർ ഇൻ്റലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ബുദ്ധി എന്നും അവിടെ ബ്രാക്കറ്റിൽ ഇംഗ്ലീഷിൽ കൊടുത്തിട്ടുണ്ട്. മീനിങ് blessed are the pure in heart, for they shall see God. Matthew 5:8. യേശു ക്രിസ്തുവിനെ ദർശനത്തിൽ കാണുവാൻ സാധിച്ചപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസ പറയുന്നു, ആത്മാവിനെ മനുഷ്യന് മനസ്സുകൊണ്ടോ, അതായത് ക്രിസ്തുവിനെ, ബ്രഹ്മത്തെ മനുഷ്യന് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ കാണാൻ കഴിയുകയില്ലെങ്കിലും ഹൃദയവിശുദ്ധിയിൽ അവർക്ക് ദർശിക്കുവാൻ കഴിയും. തൻ്റെ അനുഭവത്തെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഹൃദയശുദ്ധിയുള്ള ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും എന്ന ക്രിസ്തുവിൻ്റെ പ്രസ്താവനയെ അംഗീകരിക്കുകയും സാക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ അന്ന് ചെയ്തത്. ദർശനത്തിൽ കണ്ടിട്ട് ശേഷം അത് പറഞ്ഞല്ലോ, ഒരു പ്രത്യേക എക്സ്റ്റാറ്റിക് വിഷനായിരുന്നു. ഓക്കെ, ഇനിയും സ്വാമി പരജ്ഞാനാനന്ദ ഓഫ് ശ്രീരാമകൃഷ്ണ മിഷൻ, ബോൺ ഓഗസ്റ്റ് 1907 ജനിച്ച അദ്ദേഹം. Let us ponder over the sanctity of the day, 25th December, and pray to the Son of God, the prophet and savior of the world, to lead us to the path of light and eternal peace. മലയാളത്തിൽ ശ്രീരാമകൃഷ്ണ മിഷനിലെ സന്യാസിയായ പ്രജാനന്ദ സ്വാമികൾ ക്രിസ്തുമസ് ദിനത്തെപ്പറ്റി 25th ഡിസംബർ സൂചിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: യേശു ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 തന്നെ ആയിരുന്നോ എന്ന് ചിന്തിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല. ക്രിസ്തു ജനിച്ച ദിവസം ഏതായിരുന്നാലും അതിൻ്റെ പവിത്രതയെ പരിഗണിക്കുകയും ധർമ്മോപദേശകനും ലോകരക്ഷകനുമായ ആ ദൈവപുത്രനോട് നമ്മെ അത്ഭുതപ്രകാശത്തിലേക്കും നിത്യസമാധാനത്തിലേക്ക് നയിക്കണമേ എന്ന ജന്മദിനത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. എപ്പോഴും യോഗിവര്യനും വേദാന്തിയുമായിരുന്ന ആ ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും ഉപദേശങ്ങളിലും ശരിയായ ശ്രദ്ധയോടെ ജീവിച്ചാൽ അത് നമുക്ക് നിത്യജീവിതവും
അനിർവചനീയമായ സമാധാനവും പ്രദാനം ചെയ്യും എന്ന് തുടർന്ന് പറയുന്നു. Quoted from page 30, Christ the Savior and Christ the Myth, 3rd edition, 1984. സ്വാമി അഭേദാനന്ദ ഓഫ് ശ്രീരാമകൃഷ്ണ മിഷൻ, അദ്ദേഹം 1866 ജനിച്ച് 1939 സമാധിയായ ആളാണ്. The religion of Christ was a religion of love and renunciation and self-control. It was a religion of God consciousness. അതാണ് ദൈവാവബോധത്തിൻ്റെ. അതെ, ക്രിസ്തുമാർഗം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും മാർഗമാകുന്നു. അത് ദൈവത്തെ വെളിപ്പെടുത്തുന്ന മാർഗമാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നോക്കുക, ക്രിസ്ത്യാനികൾ പറഞ്ഞതല്ല, ഹൈന്ദവ ആചാര്യന്മാരിൽ സത്യത്തെ മനസ്സിലാക്കി വേദാന്തത്തിൽ വെളിപ്പെടുന്ന രക്ഷ, ആ പ്രകാശം, അസതോമ സത്കമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതംഗമയ എന്നുള്ളതിൻ്റെ ഉത്തരം ലഭിച്ചതിനെപ്പറ്റി അങ്ങനെ തേടിയിരുന്ന തങ്ങളുടെ പൂർവികരത് തേടിയെങ്കിൽ ഇതാ ഞങ്ങൾ അതിൻ്റെ ഉത്തരം കണ്ടെത്തിയിരിക്കുന്നു. ആ ഉത്തരം തന്നെ ഇവിടെ വന്ന് വെളിപ്പെടുത്തി. ഐ ആം ദ ലൈറ്റ്, ഐ ആം ദ ലൈഫ്, ഐ ആം ദ വേ. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഐ ആം ദ ലൈഫ്, ഐ ആം ദ ട്രൂത്ത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ട് അവർ കർത്താവിനെ സാക്ഷ്യപ്പെടുത്തുകയാണ്, യേശു ക്രിസ്തുവിനെ. ക്രിസ്തുവിൻ്റെ മാർഗം സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ആത്മസംയമനത്തിൻ്റെയും മാർഗമാകുന്നു. അത് ദൈവത്തെ വെളിപ്പെടുത്തുന്ന മാർഗമാകുന്നു. വീണ്ടും ജീസസ് സെയ്സ്, കം unto me all you that are weary and heavy laden, and I will give you rest. Let us listen to this voice, for it is one and the same, and let us follow it. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് യേശുക്രിസ്തു പറയുന്നു. നമുക്ക് ആ ശബ്ദം ശ്രദ്ധിക്കാം. അത് വേദാന്തത്തിൽ മുഴങ്ങുന്ന ഒരേ ഒരു ശബ്ദം തന്നെ അതിനെ നമുക്ക് പിന്തുടരാം. അഭേദാനന്ദ ഓഫ് ശ്രീരാമകൃഷ്ണ മിഷൻ, അദ്ദേഹം 1839 മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമായത്. Let us realize the spirit of the Christianity which was exhibited in the life of Jesus of Nazareth. അദ്ദേഹം തന്നെ പറയാണ്, അഭേദാനന്ദ സ്വാമികൾ, നസറേയനായ യേശുവിൻ്റെ ജീവിതത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട യഥാർത്ഥമായ ക്രിസ്തീയ ജീവിത ആദർശത്തെ നമുക്ക് അനുഭവമാക്കാം. പ്ലീസ് കേൾക്കുക. Let us live as he lived and be living Christ on earth. മലയാളത്തിൽ, അവൻ ജീവിച്ചതുപോലെ നമുക്ക് ജീവിക്കാം, ഭൂമിയിൽ ജീവിക്കുന്ന ക്രിസ്തുവായി തീരാം. ഓരോരുത്തർക്കും ക്രിസ്തുവായി തീരാൻ കഴിയുമെന്ന് വിശ്വസിച്ച അഭേദാനന്ദ സ്വാമികൾ ക്രിസ്തുവിൽ ജീവിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിസ്തുവിനെ സ്വാമി വിവേകാനന്ദനെ പോലെ ദൈവമായി കണ്ട് അർച്ചിച്ച് ആരാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പേജസ് 9 to 10 ആണ് കേട്ടോ. വൈ എ ഹിന്ദു അക്സെപ്റ്റ്സ് ക്രൈസ്റ്റ് ആൻഡ് റിജക്ട്സ് ക്രിസ്ത്യാനിറ്റി എന്ന പുസ്തകമാണ്. എന്താ ഈ പള്ളിക്കത് അല്ലെങ്കിൽ ഈ അവിടെ ഇവിടെയും ഒക്കെയുള്ള ചില പ്രാർത്ഥനാലയങ്ങൾ കൈകൂട്ടും ബഹളവും വെച്ച് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് സഭ വരെ ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ സാക്ഷ്യപ്പെടുത്താത്ത ജീവിതം കണ്ടതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ ഇങ്ങനെയാണ്, വൈ എ ഹിന്ദു അക്സെപ്റ്റ് ക്രൈസ്റ്റ് ആൻഡ് റിജക്ട്സ് ക്രിസ്ത്യാനിറ്റി, പബ്ലിഷ്ഡ് ബൈ രാമകൃഷ്ണ വേദാന്ത മഠ്, രാമകൃഷ്ണ വേദാന്ത മഠ്, 19B രാജരാജകൃഷ്ണ സ്ട്രീറ്റ്, കൽക്കട്ട 6. ഓക്കെ, കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. ഇനി സ്വാമി അഭേദാനന്ദ കണ്ടിന്യൂസ്. ക്രൈസ്റ്റ് ഈസ് ദ സ്പിരിച്വൽ ഹോപ്പ് ആൻഡ് ഐഡിയൽ ഓഫ് എവരി മെൻ, ഓരോ മനുഷ്യനും, ആൻഡ് എവരി മെൻ ആൻഡ് വുമൺ ഓഫ് ദ യൂണിവേഴ്സ്, ഭൂമുഖമാകെയുള്ള സർവ്വ സ്ത്രീക്കും പുരുഷനുമായി ക്രൈസ്റ്റ് ഈസ് ദ സ്പിരിച്വൽ ഹോപ്പ്. ആത്മീയതയുടെ വലിയ പ്രത്യാശയും ഇതെല്ലാം ക്രിസ്തുവാകുന്നു എന്നാണ് ഞാൻ പറയാം. because his ideal is the same as that of Vedanta of India. ഇന്ത്യ കണ്ടെത്തിയ ആത്മതത്വം തന്നെയാണ്
യേശുക്രിസ്തുവിൽ ഈ ഭൂമിയിൽ വെളിപ്പെട്ടത് അതിൻ്റെ പൂർണ്ണത അവർ കണ്ടെത്തിയതിൻ്റെ, ആ ഋഷിമാർ കണ്ടെത്തിയതിൻ്റെ പൂർണ്ണതയാണ് യേശുക്രിസ്തുവിൽ ഭൂമിയിൽ സാക്ഷാത്കരിക്കപ്പെട്ടതെന്ന് പറയുന്നു. അതുകൊണ്ടാണ് പഴയ ഋഷിമാർ 2000-ഓളം വർഷം മുമ്പ് യേശു ജനിച്ചപ്പോൾ അവിടെ പോയി അവിടുത്തെ കണ്ട് ആരാധിച്ചതുമല്ല എന്ന് വീണ്ടും ഉള്ളവർ, ക്രിസ്തുവിനെ അറിയുന്ന അക്രൈസ്തവരെന്ന് സോക്കോൾഡ് ആളുകൾ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ ആരെയും വിളിക്കുകയില്ല. എല്ലാവരും ക്രിസ്തുവിലുള്ളവരെ, എല്ലാം ക്രിസ്തുവിലാണ്, എല്ലാവരിലും ക്രിസ്തുവുണ്ട്. അതുകൊണ്ട് അക്രൈസ്തവരെന്ന് വിളിക്കാൻ എനിക്ക് ആരെയും സാധ്യമല്ല. ആ ക്രിസ്ത്യാനിറ്റിയെ അറിയുമ്പോൾ ക്രിസ്തുവിൽ പ്രകാശിക്കുന്നു. അതാണ് തത്വം. ഓക്കെ, അത് മലയാളത്തിൽ വായിക്കാം. ആത്മീയ പുരുഷനായ ക്രിസ്തു പ്രപഞ്ചത്തിൽ സകല ജാതികളുടെയും മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്നു. ആ മഹാത്മാവിൻ്റെ ആദർശം ഭാരതീയ വേദാന്ത ചിന്തയിലും തുല്യഭാവത്തിൽ പ്രതിഫലിക്കുന്നു. ആത്മീയ പുരുഷനായ യേശു ക്രിസ്തു, അതെ, പ്രപഞ്ചത്തിൽ സകല ജാതികളുടെയും മഹത്വത്തിൻ്റെ പ്രത്യാശയുമാകുന്നു. ആ മഹാത്മാവിൻ്റെ ആദർശം ഭാരതീയ വേദാന്ത ചിന്തയിലും തുല്യഭാവത്തിൽ പ്രതിഫലിച്ചു കിടക്കുന്നു. അദ്ദേഹം വെളിപ്പെടുത്തിയ മാർഗത്തിൻ്റെ പ്രകാശം സകല മാനവജാതിയെയും നിത്യമായ സമാധാനത്തിലേക്കും ദൈവിക സാക്ഷാത്കാരത്തിലേക്കും അഥവാ ഈശ്വര സാക്ഷാത്കാരത്തിലേക്കും വഴി നടത്തും. സ്വാമി അഭേദാനന്ദ ചെയ്തതാണ്. 1900-കൾക്ക് മുമ്പിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്നും കടന്നുപോയി. എങ്കിലും ആ പറഞ്ഞു വെച്ചതും ആ സാക്ഷ്യവും ഇന്നും നമ്മളോടുകൂടെ സജീവമായി നിൽക്കുന്നത് വേദാന്ത ചിന്തയും പുതിയ നിയമവും. അതുകൊണ്ടാണ് ഏകം സത്ത് പുസ്തകത്തിൽ ആ ഉപനിഷത്ത് ദർശനവും പുതിയ നിയമ സത്യമെന്ന് ഒരു ടൈറ്റിൽ കൊടുക്കുവാൻ, ഒരു സബ് ടൈറ്റിൽ കൊടുക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചത് എന്ന് ഞാൻ കരുതുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്പോൾ ഇത് ഞാനിവിടെ ചുരുക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഈ വക കാര്യങ്ങൾ ഇന്ന് തുടരാമെന്ന് പ്രത്യാശിക്കുന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി, എന്നേക്കും എപ്പോഴും ദൈവത്തിന് സ്തുതി.